ഒരുപാട് പെർഫോമൻസിന് വഴിവെച്ച ഒരു സിനിമ തന്നെയായി മാറി. കാരണം എന്താ പറയണ്ടേ, ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള സ്റ്റോറിക്ക് തന്നെയാണ് നമ്മൾ കയ്യടി കൊടുക്കേണ്ടത്. ആ ഒരു കഥയുടെ പോക്കും അതിന്റെ ഇടയിലുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് നോൺ ലീനിയർ നരേഷൻസ് ഇടയിൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ എവിടെ കൊണ്ടുപോയി നിർത്തുന്നു എന്നുള്ളതിലാണ് അവിടെ ഒരു മാജിക് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോ പറയുമ്പോൾ ഒരുപാട് രസമായിട്ട് തോന്നും. കാരണം ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തില് തിയേറ്ററിൽ ഇരുന്നിട്ട് ബേസിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, സിനിമയുടെ മാജിക് ആണ് മാജിക് എന്നത്. അത് ശരിക്കും സ്യൂട്ട് ആവുന്ന കറക്റ്റ് മൂവി തന്നെയാണ് മഹാരാജ. കാരണം അമ്മാതിരി രീതിയിൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലുള്ള ഒരു പെർട്ടിക്കുലർ സീനിൽ ആ ഒരു ഷോട്ട് ശരിക്കും കണ്ണു തള്ളി പോവാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു കൊണ്ട് നിർത്തിച്ചത്. മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും, അനുരാഗ് കശ്യപ്, വിജയ് സേതുപതി ആൻഡ് സിംഗംപുലി എന്ന് പറയുന്ന ഒരു കോമഡി ആക്ടർ ഉണ്ട് തമിഴില്, അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. അതിന്റെ സ്റ്റോറിയുടെ ഒരു പോക്കും നമ്മളെ ആ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ കൊണ്ട് നിർത്തിച്ചിട്ട് നമ്മളെ അന്തം വിട്ട്